ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഫോറസ്റ്റ് ഡ്രൈവർ എക്സാമിൽ GK ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പിന്നെയുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് GK ഏരിയാസ് എന്നൊക്കെ ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ മുഹമ്മദ് ഫാരിസ്. വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സാധ്യ ചോദ്യങ്ങൾ കാണുന്നുണ്ടാവും. കേരള ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? അല്ലേ? ഇപ്പോൾ ഇവിടെ മലപ്പുറം നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം, കാരണം മലപ്പുറത്ത് സമുദ്രമുണ്ട്. അല്ലേ? ബാക്കി വയനാട്, കോട്ടയം, പാലക്കാടാണ്. ഈ 3 ജില്ലകളിൽ സമുദ്രമില്ല. അല്ലേ? പിന്നെന്താണ്? പക്ഷേ ഇതിൽ വയനാടും പാലക്കാടും എന്താണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പോൾ വയനാടാണെങ്കിൽ കർണാടകയും തമിഴ്നാടും, പാലക്കാടാണെങ്കിൽ തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോട്ടയം എന്തില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടോ സമുദ്രവുമായിട്ടോ അതിർത്തി പങ്കിടുന്നില്ല. സോ ആൻസർ ഏതാണ്? കോട്ടയം ആണ്. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. MS സ്വാമിനാഥൻ എന്താണ്? അത് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. വർഗീസ് കുര്യനാണെങ്കിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ്. അല്ലേ? പിന്നെ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ്. അല്ലേ? ഈ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? അത് പൂക്കോടാണ്. അല്ലേ? അതെവിടെയാണ്? അത് വയനാട് ജില്ലയിലാണ്. നെക്സ്റ്റ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത ഏതാണ്? ഇതും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പ്രധാനമായിട്ടും ഒരു 5 ദേശീയപാതകൾ പഠിക്കാറുണ്ട്. അല്ലേ? അലഹബാദ് ടു ഹാൽഡിയ എന്ന് പറയുന്ന നാഷണൽ വാട്ടർവേ 1. അതുപോലെ നാഷണൽ വാട്ടർവേ 2 ഏതാണ്? സാദിയ ടു ധൂബ്രിയാണ്. ഇപ്പോൾ നാഷണൽ വാട്ടർ 3 ആണ് ഇവിടെ ആൻസർ. കൊല്ലം ടു കോട്ടപ്പുറം ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത്. അല്ലേ? നോർത്ത് ഏതാണ്? 23 ഡിഗ്രി നോർത്തായിട്ടുള്ള ഏത് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അല്ലേ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തതും കേരള റിലേറ്റഡ് ആയിട്ടുള്ള, കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നമ്മുടെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലൊരു ചോദ്യമാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. അല്ലേ? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം. അല്ലേ? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അവിടെ എന്തിനു കാരണം? സിംഹവാലൻ കുരങ്ങുകൾക്ക് കാരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി എന്ന് പറയുന്നത്. സോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. അല്ലേ? തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലാണ്? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. സോ തൃശ്ശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് അറിയുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്.
ചാലക്കുടി പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ശബരിഗിരിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏതാണ്? ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? നമ്മുടെ ശബരിഗിരി എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്? കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലടയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും കുറച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഏകദേശം 4000+ കിലോമീറ്ററുകൾ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കുറച്ചാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്ററാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ഇനി ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓക്കെ, ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് അല്ലേ. എക്കൽ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. ഏത്? നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര എന്നൊക്കെ പറയുന്ന അല്ലേ. സോ അവയുടെ അവസാദങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടുണ്ടാകുന്ന മണ്ണിനമാണ് അല്ലേ ഏത്? എക്കൽ മണ്ണ് എന്ന് പറയുന്ന അല്ലേ. സോ ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇത് ഇടുക്കി ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിലാണ് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ആണെങ്കിൽ ദോഡാബേട്ടയാണ് അല്ലേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലാണ്, അത് ഇടുക്കിയിലെ ആനമുടിയാണ് അല്ലേ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് ഇത്? പാക്ക് കടലിടുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? പാക്ക് കടലിടുക്കാണ്. ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് എന്ന് ചോദിച്ചത് ഏതാണ്? പാക്ക് കടലിടുക്കാണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? പാക്ക് കടലിടുക്കാണ്. അടുത്തത്, ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ, ബ്രഹ്മപുത്ര, അതുപോലെ നമ്മുടെ സിന്ധു, പിന്നെ അവയുടെ പോഷക നദികൾ അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഇവയാണ്, പിന്നെ അവയുടെ പോഷക നദികൾ. ഇതിൽ ആൻസർ ഏതാണ്? ഇതിൽ കൃഷ്ണയാണ് അല്ലാത്തത്. കൃഷ്ണ എന്താണ്? ഒരു ഉപദ്വീപീയ നദിയാണ്. കൃഷ്ണ എന്താണ്? ഒരു ഉപദ്വീപീയ നദിയാണ്. ബാക്കി രവി ആണെങ്കിൽ സിന്ധുവിൻ്റെ പോഷക നദിയാണ്, യമുനയാണെങ്കിൽ ഗംഗയുടെയാണ്, അളകനന്ദയും ഗംഗയുടെ പോഷക നദിയാണ്. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് കൃഷ്ണയാണ് ഇവിടെ ഹിമാലയൻ നദികളല്ലാതെ. ഹിമാലയൻ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഹിമാലയ നദിയാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, പിന്നെ അതിൻ്റെ പോഷക നദികളും. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തത് കൃഷ്ണയാണ്. കൃഷ്ണ എന്താണ്? ഒരു ഉപദ്വീപിയൻ നദിയാണ്. കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തിയൊക്കെ എന്താണ്? ഉപദ്വീപിയൻ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ് കേട്ടോ. ഓക്കെ, വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. നമ്മൾ കേരള ജോഗ്രഫിയിലെ ഫാക്റ്റുകളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുക്കളിൽ പഠിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ്. നെക്സ്റ്റ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? അത്
പുന്നമടക്കായലിലാണ്. ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി. എല്ലാ വർഷവും ഓഗസ്റ്റിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതെവിടെയാണ്? പുന്നമടക്കായലിലാണ് നടക്കുന്നത്. ഇനി സയൻസുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അല്ലേ. ഹെൽത്ത് സയൻസ് എന്നൊക്കെ പറയാം അല്ലേ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണിത് കോളറ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ മലേറിയ ആയാലും ജലദോഷമായാലും, ജലദോഷമൊക്കെ എയറിലൂടെയാണ്, ചിക്കൻ ബോക്സ് ആയാലും എന്താണ്, എയറിലൂടെയാണ്. സോ ഇവിടെ കോളറ എന്താണ്? ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണിത് കോളറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എല്ലാവരും പഠിക്കുന്ന ആസിഡിന്റെ ഭാഗത്ത് പഠിക്കുന്നതാണ്. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഒരു ആസിഡാണ് ബാക്ടീരിയ. വായിൽ അതായത് പല്ല് ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ ഉണ്ടാക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. ആ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ലാക്റ്റിക് ആസിഡിന്റെ കണ്ടന്റ് എല്ലാം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി ബ്രഷ് ചെയ്യുന്നത്. അവിടെ നടക്കുന്നത് എന്താണ്? ആസിഡിന്റെ നിർവീര്യം കുറയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ടൂത്ത് പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡ്. ഇനി ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ആയാലും മന്തായാലും എയ്ഡ്സ് ആയാലും ഒരു സാംക്രമിക രോഗമാണ്. പക്ഷേ ക്യാൻസർ ഉണ്ടല്ലോ, അർബുദം അഥവാ ക്യാൻസർ എന്തല്ല ഒരു സാംക്രമിക രോഗമല്ല. അപ്പോൾ ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ക്യാൻസർ ആണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാംക്രമിക രോഗം അല്ലാത്തത് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ECGയുടെ പൂർണ്ണരൂപം എന്താണ്? ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ഇവിടെ കാർഡിയോഗ്രാഫ് എന്നുണ്ട്, ഇതിലേക്ക് പോവരുത്. നമ്മൾ ഗ്രാഫിലാണ് കാണുന്നത് വെച്ചിട്ട് ഗ്രാഫിലേക്ക് പോവരുത്. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECGയുടെ ഫുൾ ഫോം. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന ഒരു അളവാണെന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അതാണ് ECGയുടെ പൂർണ്ണരൂപം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം അല്ലേ, പോഷണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് അത് നമ്മുടെ ശരീരം ആഗിരണം ചെയ്ത് സ്വാംശീകരണം നടക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോഷണതലം എന്ന് പറയും അല്ലേ, പോഷണ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലേ. സോ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം സ്വീകരിക്കണം അല്ലേ. ആഹാരം സ്വീകരിച്ച പിന്നെ എന്ത് ചെയ്യും? അത് നമ്മൾ ശരീരത്തിൽ വെച്ച് വിവിധ ഭാഗങ്ങളിൽ വെച്ച് ദഹിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളും അതുപോലെ കലകളൊക്കെ അത് വലിച്ചെടുക്കും അല്ലേ. എന്നിട്ട് സ്വാംശീകരണം. സോ ഏതാണ് ഓർഡർ? 45D ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം എന്ന് പറയുന്നതാണ് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട്. അതാണ്. കൂടുതൽ ശരിയായത് കണ്ടെത്തുക. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഓപ്ഷൻ സി, പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഓപ്ഷൻ ഡി, പാൻക്രിയാസ് അന്നവദത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇവിടെ എന്താണ് 46 സിയിൽ പറയുന്നത്? പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഓക്കെ, പാൻക്രിയാസ് എന്താണ്? നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് ഇത് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ട് നേരെ ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്, കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, ഏതാണ് ശരിയെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പിച്ചെടിയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. നെക്സ്റ്റ്, പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം അല്ലേ, ക്ഷയമോ ന്യൂമോണിയയോ ഹെപ്പറ്റൈറ്റിസോ പുകവലിയിലൂടെ ഉണ്ടാകുന്നതല്ല, എംഫിസീമയാണ്. താഴെ നൽകിയതിൽ എംഫിസീമയാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്, എംഫിസീമ. അടുത്ത ശരിയായ ജോഡി ഏതാണ്? ജീവകം എ ബെറിബറി എന്ന് കൊടുത്തിട്ടുണ്ട്. ജീവകം ബി എന്ന് പറഞ്ഞ സ്കർവിയാണ്. ജീവകം സി നിശാന്തതയാണ്. ജീവകം ഡി രക്തം കട്ടപിടിക്കലാണ്. സോ ജീവകം എയുടെ രോഗമാണ് നിശാന്തത എന്ന് പറയും. ജീവകം രോഗമല്ല, അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. സോ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കോട് ഉപയോഗിക്കാം. ഇപ്പോൾ 1, 3 ആണല്ലേ.
അപ്പോൾ 1, 3 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബാക്കി ബിയും സിയും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ബിയും സിയും അല്ല, ബിയും ഡിയും കട്ട് ചെയ്യാം. ഇനി ജീവകം ബി അല്ലേ, ജീവകം ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ബെറിബറി എന്ന് പറയുന്നത്. ബെറിബറി. സോ 2 1 ജീവകം സി ആണെങ്കിൽ സ്കർവി ആണ്. 3 2 ആണ്. ജീവകം ഡി ആണെങ്കിൽ റിക്കറ്റ്സ് ആണ്. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. സോ ജീവകം എയുടെ അപര്യാപ്ത രോഗമാണ് നിശാന്തത. ജീവകം ബി ആണെങ്കിൽ ബെറിബറി, ജീവകം സി ആണെങ്കിൽ സ്കർവി, ജീവകം ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആദ്യത്തെ 2 ഇത് അറിയാമെങ്കിൽ തന്നെ ഇവിടെ ആൻസർ ആയി. അപ്പോൾ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നില്ലെങ്കിൽ, മറ്റ് ഫാക്റ്റുകൾ അറിയുന്നില്ലെങ്കിൽ. സോ അടുത്ത ചോദ്യം, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? അത് ശ്വേത രക്താണുക്കളാണ് കേട്ടോ. ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കളാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലേ, ശ്വേത രക്താണുക്കളിനെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ വരുന്ന പല എക്സാമുകൾക്കും നമ്മൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ LDC ആണെങ്കിലും മറ്റുള്ള ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും മറ്റുള്ള എക്സാമുകൾക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് കീ പോയിന്റ്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന, പഠിച്ചാൽ ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത കുറച്ച് PYQ കണ്ടൻസുമായിട്ട് വീണ്ടും ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.